അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 219 ആയത്തിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയസ്അലൂനക മാദാ യുൻഫിഊന ഖുലിൽ അഫ്വ് كذلك يبين الله لكم الآيات لعلكم تتفكرون ويسألونك ماذا ينفقون. വാവ് ചിരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക കേട്ടോ. സീൻ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. വയസ് അലൂനക്ക നോതി പോവരുത്. വയസ് അലൂനക്ക അതുപോലെ ഓതുക കേട്ടോ. ഹംസയുടെ സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക. ലാമിൻ്റെ കൂടെ വാവ് മദ്ദ് വന്നു 2 കൗണ്ട് നീട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കുക കേട്ടോ. മീമിൻ്റെ കൂടെയും ദാലിൻ്റെ കൂടെയും അലിഫ് മദ്ദാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് വീതം നീട്ടിക്കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഫ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. യുൻഫിഖൂന്ന് ഓതരുത്, വ്യക്തമാക്കിയിട്ട് ഓതരുത്. നൂനിൻ്റെ സൗണ്ടിനെ ഒന്ന് ഹൈഡയും ചെയ്യുക, അതോടൊപ്പം തന്നെ മണിക്കും ചെയ്യുക കേട്ടോ. യുൻഫിഖൂൻ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. വൗമദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇനി ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. ചേർത്തി ഓതലാണ് ഉത്തമം കേട്ടോ. ഖുലിൽ അഫ്. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഇവിടെ ഐനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ഫ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കണം. ഇനി ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ഖൈലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. അപ്പോൾ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ വാവിന് സുക്കൂന് കൊടുക്കുമല്ലോ, അപ്പോൾ ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കദാലിക യുബയ്യിനുല്ലാഹ്. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കുക. ദാലിൻ്റെ കൂടെ അലിഫ് സ്വഗീറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടിക്കൊടുക്കുക. കാഫിനെ ഒന്ന് ചെരിച്ചിട്ട് ഉച്ചരിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. യാക്ക് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് വമ്മയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവ്വാ എന്നുള്ള നാമത്തിൽ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ലകുമുൽ ആയാത്ത്. ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഇയാൾക്ക് അലിഫ് സ്വഗീറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലഅല്ലക്കും. അതിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. മണിക്കാതെ ഓതാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. മീം സാക്കിനയ്ക്ക് ശേഷം ബ മീം എന്നീ 2 അക്ഷരങ്ങൾ ഒഴിച്ചിട്ടുള്ള ഏത് അക്ഷരം വന്നാലും മീം സാക്കിനെ നമ്മൾ വ്യക്തമാക്കി മണിക്കാതെ ഓതിക്കൊടുക്കണം. ഇദ്ഹാർ ഷഫവി, മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇദ്ഹാർ. ലഅല്ലക്കും തതഫക്കറൂൻ എന്ന് പറഞ്ഞിട്ട് മണിച്ചിട്ട് ഓതരുത്. ലഅല്ലക്കും തതഫക്കറൂൻ അതുപോലെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 2 ത ലൈറ്റ് ലെറ്റേഴ്സിൽ പെട്ടതാണ്. 2ഉം ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. ഫ ലൈറ്റ് ലെറ്ററിനെയാണ്. മഹ്റജ് വരുന്നത് നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കണം. റോക്ക് വൊമ്മയാണ് വന്നിട്ടുള്ളത്. റോക്ക് വൊമ്മ വരുമ്പോൾ നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ഇനി ഇവിടെ അവസാനത്തിൽ വഖഫ് ചെയ്യുന്ന സമയത്ത് മദ് ആരിൽ സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2ഓ 4ഓ 6ഓ കൗണ്ട് വീതം നീട്ടിയിട്ട് വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. في الدنيا والآخرة ويسألونك عن اليتامى قل إصلاح لهم خير وإن تخالطوهم فإخوانكم في الدنيا. ഫ കൂടെ വന്നിട്ടുള്ള യാമദ്ദിനെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കളയും. ഇവിടെ ഹംസത്തുൽ വസ്ൽ വന്നല്ലോ. ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. ഇവിടെ ദാലിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. ഇവിടെ നൂൻ സാക്കിനയ്ക്ക് ശേഷം യാ എന്നുള്ള ഒരക്ഷരമാണ് വന്നിട്ടുള്ളത്. ഫിദ്ദുന്യ. ഫിദ്ദുന്യ എന്ന് വരുമ്പോൾ നമ്മൾ നൂൻ സാക്കിനയ്ക്ക് ശേഷം യാ വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു ഇദാം ബിഉന്നയാണ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഖുർആനിൽ നമുക്ക് 4 വേർഡുകളിലായിട്ട് നൂൻ സാക്കിനയ്ക്ക് ശേഷം യാ വ എന്നീ അക്ഷരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇദ്ഹാറാണ് ചെയ്യുന്നത്. ഇദ്ഹാർ മുത്തലഖ് എന്നാണ് കേട്ടോ അതിന് പറയാം. ദുനിയ, ബുന്യ, സിൻവാൻ, ഖിൻവാൻ എന്നീ 4 വേർഡുകളിലാണ് ഈ ഇദ്ഹാർ മുത്തലഖ് വരുന്നത്. അപ്പോൾ ഇവിടെ നൂൻ സാക്കിനയ്ക്ക് ശേഷം യാ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇദ്ഗാമാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഇദ്ഗാം
ഇൽഹാറാണ് ചെയ്യുന്നത് കേട്ടോ. ഫിദ്ദുന്യ നൂനിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുന്നുണ്ട്. ഫിദ്ദുന്യ വൽ ആഖിറ. ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. അപ്പോൾ ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് കിസ്റയാവുന്ന സമയത്ത് നമ്മുടെ നാവിൻ്റെ ബാക്ക് നമുക്ക് കൂടുതലായിട്ട് പൊക്കാൻ കഴിയില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. ഹി എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. റ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള യിലാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. അപ്പം നമ്മളവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ സുക്കൂനിൻ്റെ സൗണ്ട് കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യുക. വൽ ആഖിറത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യരുത്. വൽ ആഖിറ ഹാ സുക്കൂനിൻ്റെ സൗണ്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വയസ്അലൂനക അനിൽ യതാമ. ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. സീനിന് പൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വയസ്അലൂനക നോതരുത്. വയസ്അലൂനക ഹംസയെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. ലാമിൻ്റെ കൂടെ വാവ് മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കുക. അനിൽ യതാമ. അനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരാം. വസത്തുൽ ഹൽക്കൽ നിന്നും കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. ലാം കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ത ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. അൽ യതാമ എന്ന് ഓതരുത്. അനിൽ യതാമ. ത ലൈറ്റ് ആക്കിയിട്ട് കൊടുക്കുക. അലിഫ് സൈറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാൽ നമ്മൾ 2 കൗണ്ട് നീട്ടി കൊടുക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. അടുത്ത വേർഡുമായിട്ട് ചേർത്തി ഓതലാണ് ഉത്തമം. ഖുൽ ഇസ്ലാഹുൽ ലഹും. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. നമ്മുടെ നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ട് തഫ്ഹീം ചെയ്യുക. സ്വാദ് ഇസ്തിഅലാൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം തഫ്ഹീം ചെയ്യാനായിട്ട്. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഹക്ക് വൊമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദാം ബിലാഹുനയുടെ അക്ഷരമായിട്ടുള്ള ലാമ് വന്നിട്ടുണ്ട്. തെൻവീനിലുള്ള നൂനിനെ ലാമിലേക്ക് ലയിപ്പിച്ച ഒന്ന കൊടുക്കാതെ ഓതുക. ഇസ്ലാഹുല്ലഹും എന്ന് പറഞ്ഞിട്ട് ഒന്ന കൊടുത്തിട്ട് ഓതരുത്. ഇസ്ലാഹുല്ലഹും ഖൈർ. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കി കൊടുക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മൾ വഖഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റോക്ക് നമ്മൾ വഖഫ് ചെയ്യുന്ന സമയത്ത് സുക്കൂന് കൊടുക്കുമല്ലോ. അപ്പോൾ സുക്കൂന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് ആക്കിയിട്ടാണ് കൊടുക്കുക. ഖൈർ എന്ന് പറഞ്ഞിട്ട് വഖഫ് ചെയ്യൂല. ഇവിടെ റോൻ്റെ കുറച്ച് നിയമങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ റോക്ക് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ഇവിടെ സുക്കൂന് കിട്ടുമല്ലോ. സുക്കൂനാവുമ്പോൾ റോക്ക് സുക്കൂനും അതിൻ്റെ മുന്നേ യാ സുക്കൂനും കൂടെ വന്നാൽ കഴിഞ്ഞാൽ നമ്മൾ അവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ആക്കിയിട്ടാണ് വഖഫ് ചെയ്യുക കേട്ടോ. ഇസ്ലാഹുൽ ലഹും ഖൈർ. അതുപോലെ അപ്പോൾ അവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് മദ് ലീനായിട്ട് മാറും. യാക്ക് സുക്കൂനാണല്ലോ. യാക്ക് സുക്കൂനും അതിൻ്റെ മുന്നിലുള്ള അക്ഷരത്തിന് ഫതഹ വന്നു. അപ്പോൾ വഖഫ് ചെയ്യുമ്പോൾ മദ് ലീനായിട്ട് മാറും. അപ്പോൾ നമ്മളവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ 2, 4, 6 കൗണ്ട് വീതം നീട്ടിയിട്ട് വഖഫ് ചെയ്യണം. ചേർത്തി ഓതുന്ന സമയത്ത് നമ്മൾ ഖൈറും വ ഇൻ അവിടെ ഇദാം ബിഉന്നയാണ് വരിക കേട്ടോ. ചേർത്തി ഓതുന്ന സമയത്ത് അടുത്ത വേർഡായിട്ട് ചേർത്തി ഓതുന്ന സമയത്ത് ഇദാം ബിഉന്ന വരും. വാക്ക് വമ്മത്തൻവീന് ശേഷം വാവാണ് വന്നിട്ടുള്ളത്. ഇദാം ബിഉന്നയുടെ അക്ഷരം. അപ്പോൾ ഖൈറും വ ഇൻ അങ്ങനെ ചേർത്തി ഓതി ഇദാം ചെയ്തിട്ട് ഓതി കൊടുക്കുക. വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ ഖൈർ എന്ന് പറഞ്ഞിട്ട് മദ് ലീനിലും വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള താ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. തുഖാലിഖൂഹും വ ഇൻ തുഖാലിഖൂഹും നോതരുത്. വ ഇൻ തുഖാലിഖൂഹും. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ത്വ ഇസ്തിഅലാൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം തഖ്ഫീം ചെയ്യാനായിട്ട്. ഹ അലിഫ് മദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ത്വ അതിൻ്റെ കൂടെ വാവ് മദ്ദാണ് വന്നിട്ടുള്ളത്. അവിടെയും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
തുഖാലിതൂഹും ഫഇഖ്വാനുക്കും. ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ലൈറ്റാക്കിയ സൗണ്ട് കൊടുക്കുക കേട്ടോ. ഫഇഖ്വാനുക്കും. ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ട് തഫ്ഹീം ചെയ്യുക. വാവിൻ്റെ കൂടെ അലിഫ് സഗീറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടിക്കൊടുക്കുക അല്ലേ. ഇവിടെ അവസാനത്തിൽ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമാണ് വന്നിട്ടുള്ളത്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.